മെയ് അനാലിസിസ്. അതീവ സംഭവ ബഹുലമായിരുന്നു മെയ് മാസം. മൊത്തം 18 റിലീസുകൾ, സൂപ്പർ സ്റ്റാർ പടങ്ങളും ബിഗ് ബഡ്ജറ്റ് പടങ്ങളും കൊണ്ട് നിറഞ്ഞ ഒരു മാസം. പ്രതീക്ഷകൾ തകിടം മറിഞ്ഞ, വൻ ട്വിസ്റ്റുകൾ ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു മാസം, വൻ നിരാശകൾ നേരിടേണ്ടി വന്ന മാസം. ആ നിരാശയുടെ ഫ്രസ്ട്രേഷൻ ചിലപ്പോൾ ഈ വീഡിയോയിൽ ഉണ്ടാകും. ഊക്ക് ഏത് ലെവലിൽ പോകുമെന്ന് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. അതിപ്പോ പറയാൻ കഴിയില്ല. അത് താങ്ങാൻ കഴിയാത്തവർ ദയവ് ചെയ്ത് ഇപ്പോഴേ വീഡിയോ സ്കിപ്പാക്കി പോവാ. ഫിൽമി ടോക്സ് മന്ത്ലി അനാലിസിസ് മെയ് 2026 എഡിഷനിലേക്ക് സ്വാഗതം. സ്പോയിലർ അലർട്ട്. പാട്രിയോട്ട്, ദൃശ്യം 3, അങ്ങനെ ഈ മാസത്തെ മേജർ റിലീസുകൾ കാണാത്തവർ ഇത് കാണണമെന്നില്ല. കാരണം ആ സിനിമയിലെ പല കാര്യങ്ങളും പച്ചയ്ക്ക് തന്നെ തുറന്ന് പറയുന്നുണ്ട്. സ്പോയിലേഴ്സ് ഉണ്ട്. അത് സ്പോയിൽ ചെയ്യാൻ താല്പര്യമില്ലാത്തവർ കാണണ്ട. സ്പോയിൽ ചെയ്താലും കുഴപ്പമില്ല, എന്റർടൈൻമെന്റ് വേണമെന്നുള്ളവർ തുടർന്ന് കാണുക. ഇത് നിങ്ങൾക്കുള്ളൊരു ഗിഫ്റ്റാണ് എൻ്റെ വക. ഇതിലെന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ഇതിലെന്താണെന്ന് ഞാൻ പറയാം. സംഭവം ഇരിക്കും. സമ്മർ വെക്കേഷൻ പ്രമാണിച്ച് കിടിലൻ റിലീസുകളാണ് മെയ് മാസത്തിൽ മലയാള സിനിമ ഒരുക്കി വെച്ചത്. വരുന്ന പടങ്ങളൊക്കെ കാണാൻ ബാങ്ക് ലോൺ എടുക്കേണ്ടി വരുമെന്നൊക്കെ മീമുകളും ട്രോളുകളും ഒക്കെ ഉണ്ടായി. അങ്ങനെ ഈ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇൻഡസ്ട്രിയുടെ തലവര തന്നെ മാറ്റാൻ പോകുന്ന പടം വന്നു. പാട്രിയറ്റ് പല സിനിമകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടിയാണ്. അങ്ങനെയുണ്ട് പ്രതീക്ഷകള്? ഒരു പ്രതീക്ഷയില്ല. അത് നമ്മൾ ചെയ്തു, അത് കഴിഞ്ഞു. അപ്പൊ പുരിയില്ല, ഇപ്പൊ പുരിയത്. മമ്മൂക്കയും ലാലേട്ടനും വർഷങ്ങൾക്ക് ശേഷം ഒരുമിക്കുന്ന പടം. ലാലേട്ടൻ വെറും ഒരു കാമിയോ അല്ല, എക്സ്റ്റെൻഡഡ് കാമിയോ. മഹേഷ് നാരായണൻ സ്റ്റഫ്, പിന്നെ ഫഹദ്, കൂടെ ചാക്കോച്ചൻ. നായിക ആരാ? പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ നയൻതാര. ഒപ്പം സറിൻ ഷിഹാബ്, രേവതി, രാജീവ് മേനോൻ. അങ്ങനെ മലയാള സിനിമ ഇന്നേ വരെ കാണാത്തൊരു എൻസംബിൾ കാസ്റ്റ് ഒരൊറ്റ സിനിമയിൽ. എന്തായാലും ഇന്ത്യൻ സിനിമയിലെ പോട്ടെ, മലയാള സിനിമയിലെ ഏറ്റവും വലിയ 2 ലെജൻഡറി സൂപ്പർ സ്റ്റാറുകൾ, 2 ഹൈ പൊട്ടൻഷ്യൽ ആക്ടേഴ്സ് വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് ഒരു സിനിമ ചെയ്യുന്നു. അവർ രണ്ടുപേരും ഒരുമിച്ചാൽ പിന്നെ ബ്ലാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ട്രെയിലറിൽ ഹൈപ്പും കയറ്റി. ശത്രുവിന് പോലും ഇങ്ങനെ ഒരു ഗതി വരുത്തില്ലേ അണ്ടവാ. ഇത്തവണ ഇക്കയ്ക്ക് ഷുവർ ഷോട്ട് 100 കോടി കിട്ടുമെന്ന് ഹേറ്റേഴ്സ് പോലും പ്രതീക്ഷിച്ചു കാണും. ആ 100 കോടിക്ക് വേണ്ടി 120 കോടി മുടക്കാൻ പോലും ആൻഡ്രോ ജോസഫ് മടിച്ചില്ല. എടേ, ഈ ഹാഷിറും അലനും അജിനും വിനായകും ഒക്കെ 200 കോടി അടിക്കാമെങ്കിൽ ഇക്കയും ഏട്ടനും ഫഹദും ചാക്കോച്ചനും നയൻതാരയും ഒക്കെ കൂടി വിചാരിച്ച മിനിമം 300 കോടി നിന്ന് എണ്ണി തുടങ്ങാം അല്ലേ? മഹേഷ് നാരായണൻ സ്റ്റഫ്. ബോക്സ് ഓഫീസ് കത്തിക്കൽ പ്രതീക്ഷിച്ച പാട്രിയോട്ട് അവസാനം തിയേറ്ററിൽ വന്നപ്പോൾ കണ്ടത്, വില്ലന്മാർ കത്തിക്കാൻ വേണ്ടി ചേസ് ചെയ്യുമ്പോൾ ഞാനാണോ നീയാണോ ആദ്യം ഡെഡ് ആവുന്നതെന്ന് സെന്റി അടിച്ച് മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമയിലെ 2 ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാറുകളെയാണ്. വഴിക്ക് വെച്ച് എന്റെ കാട്ടം കാണും പോയാ അടക്കാനൊന്നും എടാ, എന്തിനാ ഇത്? റിയലിസ്റ്റിക്കിൻ ഉച്ചം. നിനക്ക് ഞാൻ മരിക്കുന്ന കാര്യം പറയുമ്പോഴല്ലേ കുഴപ്പം, നിനക്ക് പറയാം. സിനിമ റിലീസായി വളരെ സുഖമായിട്ട് എല്ലാവർക്കും ഉറങ്ങാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകൾ വർഷങ്ങൾക്ക് ശേഷം റീയൂണൈറ്റ് ചെയ്യുന്ന ഒരു പടം. പക്ക കണ്ടന്റ് ഓറിയന്റഡ് ആയി ഫാൻ സർവീസ് അല്ലാതെ അപ്രോച്ച് ചെയ്ത മഹേഷ് നാരായണൻ രീതിയോടൊന്നും പേഴ്സണലി എനിക്ക് യാതൊരു എതിർപ്പുമില്ല. മഹേഷ് നാരായണൻ സ്റ്റഫ്, അയാളുടെ പടം അത് എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നത് അയാളുടെ ഇഷ്ടം. പക്ഷേ ആളെടുത്ത പടം ഈ സൂപ്പർ സ്റ്റാറോ അല്ലെങ്കിൽ മമ്മൂക്ക, മോഹൻലാൽ, ആ ഒരു സൂപ്പർ സ്റ്റാർസിനെയൊക്കെ മാറ്റി നിർത്തി ചിന്തിച്ചാലും പടം ശോകം തന്നെയാണ്. ഈ ഫാൻ സർവീസ് എന്ന സംഭവം ഒരു മോശം കാര്യമൊന്നുമല്ല. എന്റർടൈൻമെന്റിന് വേണ്ടി വരുന്നവർ ഇങ്ങനെ ഒരു സിനിമയിൽ പ്രതീക്ഷിക്കുന്ന കുറച്ച് മൊമെന്റ്സ് അവിടെ ഇട്ടാൽ തന്നെ ആ ഫാൻ സർവീസ് ആയി, ആളുകൾക്ക് അതിലൊരു തൃപ്തി വരും. പാട്രിയറ്റ് ഒരു തീരെ മോശം സിനിമയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇൻഡസ്ട്രിയുടെ ഭാവി ഡിസൈഡ് ചെയ്യാൻ കെൽപ്പുണ്ടായിരുന്ന ഒരു പ്രോജക്റ്റ് റിലീസായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആൾക്കാർ മറന്നു പോകുന്ന ലെവലില് താഴ്ന്നു പോയി. അത് എന്താ, അതില് ഭയങ്കര നിരാശയുണ്ട്. ഐ തിങ്ക് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ ഡാനിയൽ ജെയിംസ് ചെമ്പ് കമ്പി കൊണ്ട് മോസ് കോഡ് അടിക്കുന്നതാണെന്ന് തോന്നുന്നു. വിടില്ല ഞാൻ. വയസ്സാം കാലത്ത് വല്ലാത്ത കഴപ്പാണല്ലേ ഉള്ളത് പറയാലോ. ഇത്രയും പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ ഒരു പടം അടുത്ത കാലത്തൊന്നും മലയാളത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും
ഒരു വലിയ പടം കാണുന്ന ഒരു വൺ ലുക്ക് ആൻഡ് ഫീല് സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ സുഷിൻ ശ്യാമിന്റെ അന്യായ മ്യൂസിക്. ഇതല്ലാതെ സിനിമയെ എടുത്തുയർത്തുന്ന വേറൊന്നും പടത്തിലുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇൻക്ലൂഡിങ് പെർഫോമൻസസ്, ഐ റിപ്പീറ്റ്, ഇൻക്ലൂഡിങ് പെർഫോമൻസസ്. മമ്മൂക്കയുടെയും ലാലേട്ടന്റെയും വരെ വീക്ക് പെർഫോമൻസസ്. മരണം എനിക്കിത് കാണാം. കേമോ എന്ന് പറഞ്ഞാൽ പോരാ, തോൽവിയുടെ പടുകുഴി. പടത്തിന്റെ ക്ലൈമാക്സ് കത്തിക്കുമെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറില്ല. ഇവിടെ പാട്രിയോട്ടിന്റെ ക്ലൈമാക്സ് കത്തിച്ചു. ഈ കമ്പിത്തിരി വെച്ച് സ്ക്രീൻ മുഴുവൻ കത്തിച്ചു. 120 കോടിയാണ് ഈ പൂത്തിരി കത്തിത്തീരുന്നത്. ആദ്യമായിട്ടാണ് വാണം വിട്ടൊരു ഫില്ലനെ കൊല്ലുന്നതൊക്കെ കാണുന്നത്. ജാതി വിഷ്വൽ ട്രീറ്റ്, മഹേഷ് നാരായണൻ സ്റ്റഫ്. സാറ്റലൈറ്റും OTTയും ഓവർസീസും ഒക്കെ ഇനി എത്ര കോടിക്ക് വിറ്റാലും പാട്രിയറ്റ് നഷ്ടം കവർ ചെയ്ത് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ മാസത്തെ മൂവി ഓഫ് ദി മന്ത് ആവുമെന്ന് പ്രതീക്ഷിച്ച പടം ഡിസാസ്റ്റർ ഓഫ് ദി മന്ത് ആയി. ഇത്രയും വൃത്തികെട്ട ഒരു പടമാണ് വർമ്മയുടെ വരവ് എന്നും പറഞ്ഞ് പടച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ സാധനം ഇത് ഇവിടെ ഇരുന്നത് കൊണ്ട് എനിക്ക് യാതൊരു ഗുണവുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? എന്തിനാ ഇവിടെ ഇരുന്നതെന്ന് നിങ്ങൾക്കും അറിയില്ല, എനിക്കും അറിയില്ല. പക്ഷേ ഇതിലെന്തോ സംഭവം ഉണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചില്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരു കുന്തവുമില്ല. ഇതാണ് പാട്രിയറ്റ് സിനിമയിലെ നയൻതാര. ഇതൊരു തുറന്ന് പറച്ചിലായിട്ട് കാണണം. കൊള്ളാം, നാടകം നന്നായി, നിന്റെ വേഷവും. യു പ്ലേഡ് വെരി വെൽ. മെയ് മാസത്തെ അടുത്തൊരു മേജർ റിലീസ് ഷെയ്ൻ നിഗമിന്റെ ദൃഢമായിരുന്നു. പടം ഒരു ആവറേജ് ടു എബോവ് ആവറേജ് റിവ്യൂസ് ഒക്കെയാണ് വന്നത്. പ്രത്യേകിച്ച് ക്ലൈമാക്സ് സിനിമയുടെ ഹൈലൈറ്റ് ആയി പലരും എടുത്തു പറഞ്ഞിരുന്നു. മെയ് മാസം അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ചൂസ് ചെയ്യാനുള്ള പവർ സിനിമയുടെ ക്രൂവിന് ഇല്ലാതെ പോയി. അല്ലായിരുന്നെങ്കിൽ കുറെ കൂടെ നല്ലൊരു റിലീസ് വിൻഡോ പടത്തിന് കിട്ടിയേനെ. കൃഷ്ണേട്ട ഈ കരാട്ടെ മദ്യപാനം ഒരുമിച്ച് കൊണ്ടുപോകണം അത്ര നല്ലല്ലോ. അങ്ങനെ ആയിരുന്നെങ്കിൽ പടത്തിന് കുറച്ചുകൂടി ശ്രദ്ധ കിട്ടിയാണ്. ദൃഢം എന്തായാലും ആരും അറിയാതെ വന്ന് ആരും അറിയാതെ പോയി. OTTയിൽ പടം കുറച്ചുകൂടി ശ്രദ്ധ നേടുമെന്ന് തന്നെയാണ് വിശ്വാസം. ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ വന്നിട്ടുണ്ട്. വെരി ഗുഡ്. പിന്നത്തെ ഒരു മഹാ മേജർ റിലീസ് ഉണ്ടായത് മാധവ് സുരേഷിന്റെ അംഗം അട്ടഹാസമാണ്. കഴിഞ്ഞ തവണത്തെ അനാഥ ഗുണ്ടയുടെ അവസ്ഥയല്ല ഇത്, കിടുക്കുമെന്നൊക്കെ മാധവ് മോൻ പറഞ്ഞു. ഈ സിനിമ would have been my ബാഹുബലി. അതങ്ങനെ അപ്പാടെ അങ്ങ് പോയി. ആൾറെഡി ആരും അറിയാതെ ഇറങ്ങി പൊട്ടിയ ഒരു പടം. മലങ്കൾട്ട് ഈസ് മലങ്കൾട്ട്, പ്യുവർ മലങ്കൾട്ട്. അതിലൊരു എണ്ണം പറഞ്ഞ മലങ്കൾട്ടാണിത്. പിന്നത്തെ റിലീസുകളൊക്കെ വന്ന് ആൾക്കാർ ഈ അംഗപട്ടഹാസം എന്നൊരു പടം ഇറക്കിയത് തന്നെ പൂർണ്ണമായും മറന്നിരിക്കുമ്പോൾ ഇതാ വരുന്നു പ്രൊഡ്യൂസറും മാധവനും ഒരു പ്രസ് മീറ്റുമായിട്ട്. 1 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ അശ്വന്ത് കോക്ക് നെഗറ്റീവ് റിവ്യൂ പറയത്തില്ല. അശ്വന്ത് കൊക്ക് ആളെ വിട്ട് നെഗറ്റീവ് പറയാതിരിക്കാൻ വേണ്ടിട്ട് കാശ് ചോദിച്ചു. പോരെ പൂരം. എടാ മാധവ് സുരേഷ് ഗോപിന്റെ മോനെ, നീ ഇന്ന് ഇന്റർവ്യൂ ന്യൂസ് എൻഡിൽ പറഞ്ഞില്ല ഞാൻ 1 ലക്ഷം പോയി വാങ്ങിയെന്ന്. എവിടെയാണ് തെളിവ്? രാത്രിക്ക് രാത്രി അശ്വന്ത് അതിന് മറുപടി ഇട്ടു. പ്രസ് മീറ്റ് കൊടുത്തവരുടെ അണ്ണാക്കിലിട്ട് പൊട്ടിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു കോമഡി വിവാദം. 1 ലക്ഷം രൂപ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും കൊടുത്താൽ പോലും ഒരു പടം കാണൂല. അത്രയും തീട്ടപ്പെടാടോ. അമ്മച്ചി, തെറ്റ് ചെയ്തത് അവരാണ്, നമുക്കൊന്നും പ്രതികരിക്കാൻ പോലും പറ്റില്ലേ. ആരാണ് വിളിച്ച് കാശ് ചോദിച്ചതെന്നോ എന്താണ് പറഞ്ഞതെന്നോ ഒന്നും അറിയില്ല. അയാൾക്കെതിരെ സൈബർ സെല്ലിലും ഫെഫ്കയിലും പരാതി കൊടുത്ത് വിശദമായിട്ട് അന്വേഷിച്ച് കൊടുക്കേണ്ടവരെ കൊടുക്കുന്നതിന് പകരം ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഒരു പ്രസ് മീറ്റ് അങ്ങ് വിളിച്ചു കൂട്ടി സ്വയം നാറി. അവളുടെ ദേഹം എന്റെ ദേഹത്ത്. അല്ലേലും മാധവേട്ടന് പണ്ടേ മൂക്കത്താ കുണ്ടി ശുണ്ടി. എന്തായാലും അടുത്ത മാധവേട്ടന്റെ റിലീസിനായി വെയിറ്റിംഗ്. ഫിംഗേഴ്സ് ക്രോസ്ഡ്. Hopefully, fingers crossed for 2026. If Madhavetan sees this, hopefully 2027. അടുത്ത മേജർ റിലീസും മെയ് മാസത്തെ ആദ്യത്തെ ഹിറ്റും ഉണ്ടാവുന്നത് അതിരടി വഴിയാണ്. ബേസിൽ, ടോവിനോ, വിനീത് ശ്രീനിവാസൻ. ഇവര് 3 പേരും ഭയങ്കര കൂളാണ്, കോമഡിയാണ്, ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആണെന്നൊക്കെ കാണിക്കാൻ വേണ്ടി നടത്തിയ കട്ട ക്രിഞ്ച് ഇന്റർവ്യൂസ് കണ്ട് വെറുത്ത് തൊലി ഉരിഞ്ഞ് പടം ഇതിലും വലിയ ക്രിഞ്ചായിരിക്കും എന്ന് കരുതി തിയേറ്ററിൽ പോയി ഈ പടം കാണുകയേ വേണ്ട എന്ന് മനസ്സിൽ ഉറപ്പിച്ച ഒരാളാണ് ഞാൻ. എനിക്ക് മാത്രമാണ് ഇവരുടെ ഈ ക്രിഞ്ച് ഇന്റർവ്യൂ കാണുമ്പോൾ ചൊറിഞ്ഞു വരുന്നത്. വേഷം വന്നെ. എന്തായാലും പടം തിയേറ്ററിൽ വന്നു. പ്രതീക്ഷിച്ച പോലെ അത്ര മികച്ച അഭിപ്രായങ്ങളല്ല സിനിമയ്ക്ക് വന്നത്. ഒരു വിഭാഗത്തിന് വൻ എന്റർടൈൻമെന്റ്, വേറൊരു വിഭാഗത്തിന് പടം തീരെ വർക്കല്ല. അങ്ങനെ മിക്സഡ് ഒപ്പീനിയനുമായി അതിരടി തിയേറ്ററിന് തുടങ്ങി. പലർക്കും പല അഭിപ്രായമായിരിക്കാം. പക്ഷേ എൻ്റെ അഭിപ്രായം പറയട്ടെ, ഞാൻ ആദ്യം പറഞ്ഞ ആൾക്കാരുടെ കൂട്ടത്തില. പടം എനിക്ക് പേഴ്സണലി ഗംഭീരമായിട്ട് വർക്കായി.
നല്ല കിടിലൻ എന്റർടൈനർ ആയിട്ട് തോന്നിയ ഒരു പടമാണ് അതിരടി. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. തിയേറ്ററിൽ കാണണ്ടെന്ന് വെച്ചെങ്കിലും പിന്നീട് ഞാൻ പോയി കണ്ടത് വളരെ നല്ലൊരു തീരുമാനമാണെന്ന് തോന്നിച്ച പടം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എന്റെ അഭിപ്രായമായിരുന്നില്ല പൊതു അഭിപ്രായം. മിക്സഡ് റിവ്യൂസ് വെച്ച് പടം അതിന്റെ മാക്സിമം തന്നെ കയറി. 27 കോടി എങ്ങാണ്ടായിരുന്നു സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയപ്പെടുന്നു. ആ മുടക്കിയ പടം OTT ഓവർസീസ് കച്ചവടം വഴി ഏകദേശം 40 കോടിയോളം ഉണ്ടാക്കിയിട്ടാണ് തിയേറ്ററിൽ തന്നെ വരുന്നത് പടം. അതായത് റിലീസിന് മുന്നേ തന്നെ ടേബിൾ പ്രോഫിറ്റ് ആണ്. പിന്നെ തിയേറ്ററിൽ നിന്ന് കിട്ടുന്നതെല്ലാം ബോണസ് പ്രോഫിറ്റ്. അതുകൊണ്ട് മേക്കേഴ്സിനെ ഒരു ലോട്ടറി തന്നെയായിരുന്നു പടം. എന്നാലും 100 കോടി ഷുവറായിട്ട് കിട്ടേണ്ട ഒരു പടമായിരുന്നു അതിരടി. അതിനുള്ളത് പടത്തിലുണ്ട്. ബേസിൽ, ടോവിനോ, ക്ലാഷ് ഒക്കെ കിടിലമായിരുന്നു. വിഷ്ണു വിജയുടെ മ്യൂസിക്കും സിനിമയുടെ മേക്കിങ്ങും അതിൻ്റെ ഒരു ഗ്രാൻഡിയറും ഒക്കെ ശരിക്കും തിയേറ്ററിൽ ഞാൻ ശരിക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ആകെ എനിക്ക് തോന്നിയൊരു നെഗറ്റീവ് എന്താണെന്ന് ഞാൻ പറയാം. ബേസിൽ നന്നായിട്ട് ചെയ്തെങ്കിലും കുറച്ചുകൂടി പയ്യന്മാരായിട്ടുള്ള ആരെങ്കിലും ആവേശം ചെയ്തിരുന്നെങ്കിൽ പടം ഒന്നുകൂടി കണക്ട് ആയേനെ എന്ന് തോന്നി. അതായത് നസ്ലനോ, സന്ദീപ് പ്രദീപോ അല്ലെങ്കിൽ ഹാഷറോ, അങ്ങനെ ശരിക്കും ആക്ച്വലി ഈ പ്രായത്തിലുള്ള ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ പടം കുറച്ചുകൂടി രസമായേനെ എന്ന് തോന്നി. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ബേസിൽ മോശമല്ല, പുള്ളി ഗംഭീരമായിട്ടുണ്ട്. പക്ഷെ പടത്തിൽ എന്നെ ഞെട്ടിച്ചത് ടോവിനുമാണ്. ഈ തിരുവനന്തപുരം സ്ലാങ്ങില്ലേ, അത് അറിയാത്തവരത് പറഞ്ഞ് കുളവാക്കാറാണ് പതിവ്. പക്ഷെ ഇവിടെ ടോബി അത് മാക്സിമം നന്നാക്കി. അതിനുവേണ്ടി പുള്ളി ഇട്ട എഫേർട്ട് പടത്തിൽ അറിയാനുണ്ട്. പക്ഷെ അനിയ വില്ലന്മാർക്ക് കൈയടി കിട്ടുന്ന കാലമാണ്. പിന്നെ ക്യാമിയോസ്, കിടിലം തിയേറ്റർ മൊമെന്റ്സ് ഒക്കെ ആയിട്ട് രസം പടമായിരുന്നു. അത് തിയേറ്ററുകളിൽ വൻ ഹിറ്റുമായി. പിന്നീട് മെയിൽ വന്ന ഒരു വൻ ഹൈപ്പ് പടം ലാലേട്ടന്റെ, ജിത്തു ജോസഫിന്റെ ദൃശ്യം 3 ആയിരുന്നു. ലാലേട്ടന്റെ ബർത്ത്ഡേ ആയ മെയ് 21 പടം തിയേറ്ററിൽ വന്നു. പാട്രിയറ്റ് പാളിയപ്പോ ലാലേട്ട ഫാൻസിന് വീണ്ടും പ്രതീക്ഷ വയ്ക്കാൻ ദൃശ്യമെങ്കിലും ഉണ്ടായിരുന്നു. ഹൈപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് നല്ല പേടിയും ഉണ്ടായിരുന്നു. കാരണം മിറാഷും വലതുവശത്തെ കളരും കണ്ട ആരും ദൃശ്യം 3യുടെ കാര്യത്തിൽ ഒന്ന് പേടിക്കും, സ്വാഭാവികം. ഇനി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. 2013 ഡിസംബർ 19 ഞാൻ ദൃശ്യം കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കിട്ടിയൊരു തരിപ്പുണ്ട്, ഒരു കിക്ക്. ആ ഒരൊറ്റ ഫാക്ടറാണ് ദൃശ്യം 3ക്കും മലയാളികളെ തിയേറ്ററുകളിൽ എത്തിക്കുന്നത്. പക്ഷേ തിയേറ്ററിലെത്തിയ മലയാളികളെ പല്ലിളിച്ച് കാണിക്കുകയായിരുന്നു ദൃശ്യം 3യിലൂടെ പടത്തിന്റെ ടീം എന്ന് നിസ്സംശയം പറയാം. സർ, ആദ്യ ഭാഗവും ഒരു പരിധി വരെ രണ്ടാം ഭാഗവും വർക്കാവുന്നത് അത് നമ്മൾ പ്രേക്ഷകർ ചിന്തിക്കുന്നതിനപ്പുറം ചിന്തിച്ചത് കൊണ്ട് മാത്രമല്ല, പ്രേക്ഷകർ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ലോജിക്കലി ചിന്തിച്ചു എന്നതുകൊണ്ട് കൂടിയാണ്. അതായത് ആളുകളെ ഞെട്ടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് കാണിക്കാം, ആളുകൾ ഞെട്ടിക്കോളും. പക്ഷേ അത് കൺവിൻസിങ് ആവണ്ടേ, ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്യണ്ടേ. ഇത് പടം മൊത്തം മുതുക്ക് കോമഡികൾ. വീണ നന്ദകുമാർ ബക്കറ്റും പിടിച്ചൊരു പോക്ക് പോകും, തിരിഞ്ഞു പോലും നോക്കൂല. പിന്നെ പുള്ളിക്കാരിയെ പടത്തിൽ കണ്ടിട്ടേ ഇല്ല. ആ പോക്കങ്ങ് പോയി. അതോടെ ആള് ബക്കറ്റ് സ്റ്റാറുമായി. പിന്നെ വാസുവണ്ണൻ, വാസുവണ്ണന്റെ കണ്ണീന്ന് ചോര വന്ന് അയാൾ ഒരു വാമ്പയർ ആവുമോ എന്ന് വരെ ഒരു വേള ഞാൻ സംശയിച്ചു. എജാതി ചോപ്പ്. അടുത്ത കോമഡി സിദ്ദിഖ്. മിസ്റ്റർ പ്രഭാകർ, എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല. സാർ, നിങ്ങളാണ് പടത്തിലെ വില്ലൻ എന്ന് പറഞ്ഞപ്പോ പുള്ളി നേരെ കാട്ടാപ്പള്ളി നാഗേന്ദ്ര മൂഡിലേക്ക് പോയി. കല്യാണം നടത്തില്ലടാ, നടത്തിക്കില്ലടാ, വിടില്ലടാ എന്നൊക്കെ പറഞ്ഞു വേറെ ഏതോ പ്രഭാകരൻ. സാറ് പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങണം. പൊട്ടന്ന ലോക പൊട്ടനാണ്. ഇതിന്റെ ഇടയിൽ വീരൻ സാർ നല്ല പേരൊന്നും കിട്ടിയില്ലേ മോനെ. പടത്തിന്റെ ലാസ്റ്റ് പറമ്പീന്ന് ചാടിപ്പോയ അവീര സാർ പിന്നെ പൊങ്ങുന്നത് നടുക്കടലിന് ആവേശെടുത്ത്. ഇതിന്റെ ഒക്കെ ഇടയിൽ ലാലേട്ടൻ വന്നിട്ട് കല്യാൺ ജ്വല്ലേഴ്സ് ഇപ്പൊ തൊടുപുഴയിലും. അയ്യന്റെ മോനെ, സ്വർണം കല്യാൺ ജ്വല്ലേഴ്സിൽ എടുക്കണം. കല്യാൺ ജ്വല്ലേഴ്സ് തൊടുപുഴയിലുണ്ടല്ലോ. ലാസ്റ്റ് വരെ ചോരക്കണ്ണ് ഉരുട്ടി സർവ്വ ഭീമന്മാരെയും വിറപ്പിച്ച വാമ്പയർ വാസുവാണ്. അണന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും ജോർജ് കുട്ടിയെ പൂട്ടും. ആ ലെവലിൽ അൺസ്റ്റോപ്പബിൾ ആയി വന്ന വില്ലൻ. പെട്ടെന്ന് ജോർജ് കുട്ടി വന്ന അയാളോട് പറയാണ്, സത്യം പറയടാ, ഇല്ലെങ്കിൽ ഞാൻ കൊല്ലും. ഉടനെ വാമ്പയർ വാസുവാണ്, എന്നാ പിന്നെ ഞാനങ്ങ് പറഞ്ഞേക്കാൻ ജോർജ് കുട്ടിയെ, എന്നെ കൊന്നാലും നിനക്കൊന്നും കിട്ടില്ലടാ.
എന്നെ കൊല്ലാ ജോർജ് കുട്ടി. ഈ അൻസിബയുടെ കല്യാണം നടക്കുന്നതായിരുന്നു ശരിക്കും ഈ ദൃശ്യം സീരീസിന്റെ പർപ്പസ്. അങ്ങനെ വരെ തോന്നിപ്പോയി പടം കണ്ടപ്പോ. ഇത് സീരിയൽ പോലും ഈ ടൈപ്പ് കഥകളൊക്കെ വിട്ടിട്ട് കാലങ്ങളായി. എന്താ ഈ കുട്ടിയെ ചെയ്തു വെച്ചിരിക്കുന്നത്? പ്രഭാകർ സാറിന്റെ മാസ്റ്റർ പ്ലാൻ റിവീലിംഗ് സീൻസ് ഒക്കെ മാരകം. ബ്രോക്കർമാർക്ക് കാശ് കൊടുക്കുന്നു, അവരുടെ കടം സെറ്റിൽ ചെയ്യുന്നു, കാടിറങ്ങി ഓടി വരും. ആ പാട്ട് ബിജിഎമായിട്ട് യൂസ് ചെയ്യാം. കൊല കോമഡി വൈബ്. ഇതിന്റെ ഇടയിൽ ജോർജ് കുട്ടിയൊക്കെ ലാസ്റ്റ് ആയപ്പോ ഷൺമുഖം മൂട് അങ്ങേര് വന്നിട്ട് മുരുക എന്ന് വിളിക്കുന്ന വരെ ഞാൻ വിചാരിച്ചു പോയി. ക്ലൈമാക്സ് ആയപ്പോ ലാലേട്ടൻ വന്നിട്ട് മോളെ ഒന്ന് തിരിഞ്ഞു നിന്നേ, ഓക്കെ ഇനി ഒന്ന് കുനിഞ്ഞു നിന്നേ. എന്തോന്നിടെ ഇതൊക്കെ? ഇതേത് ദൃശ്യം? ഇരുമ്പ് ദണ്ട് കൊണ്ട് പ്ലാച്ച് എന്നല്ലേ അടി. കിളവന് നല്ല ഉന്നമില്ലാത്തോണ്ടാ ചത്തില്ല. ഇതിനേക്കാൾ ഭേദം 250 ഇന്ത്യക്കാർ മാത്രമുള്ള രാജ്യത്തേക്ക് നാട് കടത്തുന്നതാണെന്ന് തോന്നിപ്പോയി. അവിടെ നിന്നും തന്റെ പുതിയ ഐഡന്റിറ്റിയിൽ 250 ഇന്ത്യക്കാർ മാത്രമുള്ള ടുണീഷ്യ എന്ന രാജ്യത്തേക്ക് പറിക്കാൻ വന്നോണ്ടാ. ഈ പടത്തിൽ ആകെ കുറച്ച് ബോധം ഉണ്ടായിരുന്നത് വിളക്കൂതി ഈ തൊപ്പി ഊതി ബാസ്റ്റിൻ സാറിനായിരുന്നു. പക്ഷെ അങ്ങനെയും പ്രൊഫസർ വീഴ്ത്തിക്കളഞ്ഞു. ഇതൊരു ഫ്രണ്ടാ IG തോമസ് ബാസ്റ്റിൻ. മിസ്റ്റർ പ്രഭാകർ, എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല. ഇതൊക്കെ പോട്ടെ, ഈ അബീര സാറിനെ ജോർജ് കുട്ടിയുടെ പറമ്പില് കൊന്നു കുഴിച്ചു മൂടാൻ ജോർജ് കുട്ടിയുടെ പറമ്പിലേക്ക് ജീപ്പ് ഓടിച്ച് വരികയാണ് സഹദേവൻ. അപ്പൊ ഞാൻ കരുതി അബീര ആൾറെഡി തട്ടിക്കാണും, എങ്കിലല്ലേ കൊണ്ടുവന്ന് ബോഡി കുഴിച്ചിടാൻ പറ്റുമോ. നോക്കുമ്പോൾ ഇത് അബീരെ പിടിച്ച് ജീപ്പിനടിയിൽ കുടിച്ചു നിർത്തിയേക്കുന്നു. നിന്നെ ഇപ്പൊ കുഴിച്ചുകൂടാൻ പറ്റില്ല, അവിടെ ഫുൾ ആൾക്കാരാണെന്ന്. ഇവന് ജീവനോടെ കുഴിച്ചുകൂടാനായിരുന്നു പ്ലാൻ. അതോ ജോർജ് കുട്ടീനെ വാഴത്തോപ്പിൽ കൊണ്ടിട്ട് തട്ടാനോ? അപ്പൊ ആളൊക്കെ അറിയില്ലേ ഇത് എന്തോന്നെ, എന്ത് പ്ലാന്? ഭയങ്കര മനസ്സ് സങ്കടത്തിലിരിക്ക സന്തോഷ്. ദൃശ്യം എന്ന പേരും വെച്ച് ഇതിലും ഒരു പടമാണ് വന്നിരുന്നതെങ്കിലും പടം ഹിറ്റാവും. അതാണ് ബ്രാൻഡ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി OTT തന്നെയായിരുന്നു നല്ലത്. സോ മിക്സഡ് റിവ്യൂസും ഈ പറഞ്ഞ കോമഡികളും ഒക്കെ വെച്ചിട്ട് ദൃശ്യം 3 ബ്ലോക്ക് ബസ്റ്ററായി, 200 കോടി അടിച്ചു. ദൃശ്യം 2ന്റെ ലെവലിലൊക്കെ ഈ പടം വന്നിരുന്നെങ്കിൽ ഷുവറായിട്ട് 300 കോടിയെങ്കിലും തൂക്കിയാണ്. പറഞ്ഞിട്ടെന്ത് കാര്യം? എൻ്റെ ഒരു പേടി ഈ ഹിന്ദി ദൃശ്യം 3 മലയാളത്തിന്റെ റീമേക്ക് അല്ല, വേറെ കഥയാണ്. ഇനി അതെങ്ങാനും മലയാളം ദൃശ്യം 3യേക്കാളും ബെറ്റർ ആണെങ്കിൽ എന്റെ പൊന്നോ. ദൃശ്യം ഫ്രാഞ്ചൈസ് ആണെങ്കിൽ റിവ്യൂ ഒന്നും നോക്കാതെ തിയേറ്ററിലേക്ക് വരാൻ ഫാമിലി റെഡിയാണ്. ആളുകൾ അമ്മച്ചിമാരും അമ്മമാരും പിള്ളേരും എല്ലാവരും ദൃശ്യം ഒന്ന് കാണുമ്പോൾ തന്നെ ആളുകൾ അങ്ങോട്ട് വരെയാണ് തിയേറ്ററിലോട്ട്, പ്രത്യേകിച്ച് വെക്കേഷൻ ടൈം. പക്ഷേ 200 കോടി അടിച്ചിട്ടും പടം നല്ല ലാഭം ഉണ്ടാക്കിയിട്ടും ലാലേട്ടൻ ഫാൻസിനൊന്നും ഒരിത് ഉണ്ടായിരുന്നില്ല. കാരണം അൾട്ടിമേറ്റ്ലി പടം ശോകമാണ്. കളക്ഷൻ കണക്ക് കാണിച്ച് ആ ജാള്യത മറയ്ക്കാമെന്ന് മാത്രം. എവിടെയാണ് നീ അവനെ കൊന്നു താത്തിയത്? പിന്നീട് വന്നത് സിജു വിൽസന്റെ ഡോസ്. മെഡിക്കൽ ത്രില്ലറായ ഡോസിന്റെ ട്രെയിലറൊക്കെ രസമായിരുന്നു. പക്ഷേ റിലീസായ കാര്യം മര്യാദയ്ക്ക് 10 പേര് അറിഞ്ഞിട്ടുണ്ടോ എന്ന് തന്നെ ഡൗട്ടാണ്. അന്നതും പോയതും ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. തോൽവി. പിന്നീട് മെയ്യിൽ ഒരു മരണ ഹൈപ്പ് പടം വന്നത് പെപ്പയുടെ കാട്ടാണ്. പെപ്പെ, ജഗദീഷ്, സുനിൽ, കബീർ സിംഗ്, തുഷാര വിജയൻ, പിന്നെ ഹനാൻ ഹിപ്സ്റ്റർ, കാൾമി വെനം, അങ്ങനെ ഒരു ലോഡ് സെലിബ്രിറ്റീസ്. ഇതൊക്കെ ഉണ്ടെങ്കിലും കാട്ടാളിന് ഹൈപ്പ് കൊടുത്തത് ഇന്റർവ്യൂകളിൽ പ്രൊഡ്യൂസറും ആക്ടേഴ്സും ടെക്നീഷ്യൻസും കൊടുത്ത ക്ലെയിമുകളായിരുന്നു. പരമാവധി VFX ഒഴിവാക്കി ആനകളെ വരെ ഓഡിഷൻ ചെയ്ത് സെലക്ട് ചെയ്ത് വലിയ എഫേർട്ട് ഇട്ട് ചെയ്ത പടം എന്നൊരു ഇതുണ്ടായിരുന്നു. ഡയറക്ടറിന്റെ ആദ്യ പടമാണെന്ന് പറയില്ല, അത്രയ്ക്കും അമേസിംഗ് ആയിട്ടുണ്ട് എന്നൊക്കെ പ്രൊഡ്യൂസർ പറഞ്ഞു. പിന്നെ റിലീസ് അടുക്കാറായപ്പോൾ വേറെ കോമഡി, മാർക്കോയും കാട്ടാളനും ഒരേ യൂണിവേഴ്സ് ആണ് എന്നൊക്കെ പറഞ്ഞൊരിത് വന്ന്, പിന്നെ ഉണ്ണി മുകുന്ദൻ നോ യൂണിവേഴ്സ് ഐ ഗോസ് ഫോളോ എന്നൊക്കെ ഒരു സ്റ്റോറി ഇട്ട് കാട്ടാളന്റെ റിലീസിൽ കണ്ട കോമഡികളാണ്. കാട്ടിൽ കാട്ടവതാരം എന്നോണം പറയാം. ഒരുമാതിരി കാമുകനും കാമുകിയൊക്കെ പിടങ്ങുമ്പോ ഇടുന്ന പൈങ്കിളി സ്റ്റാറ്റസ് സ്റ്റോറിയൊക്കെ പോലെ. റിലീസിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ പടത്തില് 2 പോസ്റ്റ് ക്രെഡിറ്റ് സീനുണ്ട്. അതും കണ്ടിട്ടേ പോകാവൂ. 1 കാമിയോ ഉണ്ട്. അത് എല്ലാണ് ആണെന്നൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞൊരു പരിപാടി കൂടെ ഉണ്ടായിരുന്നു. 360 ഡിഗ്രിയിൽ വട്ടത്തിലെ എല്ലു എം ഒരുമിച്ച് വന്ന ബാറ്ററി ഓട്ടോ മൂഞ്ചി. ഇതെങ്കിലും പച്ച പിടിക്കട്ടെന്ന് വിചാരിച്ചു. അങ്ങനെ കാട്ടാളൻ വന്നു. എന്തായാലും നേരിടുക തന്നെ. കാട്ടാളൻ കണ്ടിറങ്ങിയവരൊക്കെയും
കാട്ടപരാധം എന്നാണ് വിളിച്ചു പറഞ്ഞത്. പാനിന്റെ പരിപാടി ഒന്നുമില്ല, കാട്ടിൽ കാട്ടവതാരം എന്ന് വേണം പറയാം. അത്രയ്ക്ക് മോശം പടം. എല്ലും എമ്മും വരുമെന്ന് പറഞ്ഞ ക്യാമിയോയായി സീക്വൽ സ്കാം സീനിൽ വന്നതാവട്ടെ സീക്വൽ സ്കാമുകളുടെ മുടി ചൂടാ മന്നൻ ലോകേഷ് കനകരാജ്. എന്നാലും എടാ മഹാഭാവികളെ, ഇവിടെ കുറച്ചെങ്കിലും മനസാക്ഷി വേണ്ടേ? നീയൊക്കെ പറഞ്ഞ എല്ല് ലോകേഷ് ആയിരുന്നല്ലേ? അപ്പൊ എമ്മോ എം മൂഞ്ചി എന്നുള്ളതിന്റെ എം ആയിരിക്കും അല്ലേ? അങ്ങനെ ആദ്യം കഴിഞ്ഞു. അങ്ങനെ മറ്റൊരു പുഷ്പയും KGF ആവാമെന്ന കാട്ടാളൻ തോറ്റു തുന്നം പാടി. ഇതിനിടയിൽ ശ്രദ്ധിച്ച ഒരു കാര്യം, റിലീസ് ഡേ ഉച്ച തൊട്ട് ഇൻസ്റ്റയിൽ പരന്ന മാർക്കോ റിലേറ്റഡ് പോസ്റ്റുകളാണ്. ഉന്നാൽ മുടിയാതെ തമ്പി മാർക്കോ ആരാധകർ മാർക്കോ എഡിറ്റ്സ് ഇട്ടങ്ങ് മെഴുകി. ഇതൊക്കെ പോട്ട്. ഈ കാട്ടാളന്റെ കൂടെ ശ്രീനാഥ് ഭാസിയുടെ കറക്കം എന്നൊരു സിനിമ കൂടെ വന്നിരുന്നു. അടുത്ത കാലത്ത് ശ്രീനാഥ് ഭാസി നായകനായി റിലീസായ പടങ്ങളെ അപേക്ഷിച്ച് ഭേദപ്പെട്ട അഭിപ്രായമായിരുന്നു കറക്കത്തിന് വന്നത്. രസമുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു. മലയാളത്തിൽ അങ്ങനെ വന്നിട്ടില്ലാത്ത ടൈപ്പ് ഒരു മ്യൂസിക്കൽ ഹൊറർ പടം. പക്ഷേ കറക്കവും ക്ലച്ച് പിടിച്ചില്ല തിയേറ്ററുകളിൽ. ഓക്കെ, എനിക്ക് വയ്യല്ലേ, മതി, മടുത്തു. ഇതൊന്നും അല്ലാതെ ഇനിയും ഒരു ലോഡ് ആരും അറിയാത്ത പടങ്ങൾ മെയ് മാസത്തിൽ വന്ന് മറിഞ്ഞു ഇവിടെ. കൃഷ്ണ ഉണ്ണികൃഷ്ണന്റെ റിവോൾവർ റിംഗോ, സ്വച്ഛന്ത മൃത്യു, സുധി പുരാണം, തിരക്കിനിടയിൽ അല്പനേരം, ഡോക്ടർ ബെന്നറ്റ്, പൈതലാട്ടം, കിരാത, ആഹ്ലാദം, ഇതിലേതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്? കമന്റിൽ പറ. ഇനി മെയ് മാസത്തെ മൂവി ഓഫ് ദി മന്ത് ഞാൻ പറയുന്നില്ല, എനിക്ക് അറിഞ്ഞുകൂടാ എന്തിനു പറയാ. ദൃശ്യം 3 ആയിരിക്കും. അതാണ് കളക്ഷൻ ഇത്തിരി നേടിയ ഒരു അത്യാവശ്യം ഒരു വലിയ വിജയമായിട്ടുള്ള ഒരു പടം. പക്ഷേ അത് എങ്ങനെ പറയും ആ പടമൊക്കെ ഈ മാസത്തെ ഏറ്റവും നല്ല പടമാണെന്നൊക്കെ? അതിലും ഭേദം അതിരടി പറയാം. പക്ഷെ അതിരടി പറയാന്ന് വെച്ചാൽ അതിരടി എല്ലാവർക്കും ഒരു പൂർണ്ണ തൃപ്തി നൽകിയൊരു പടമല്ല. എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം മെയ് 2026 ഓർക്കപ്പെടുക പാട്രിയോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൾട്ടി സ്റ്റാർ സ്കാം റിലീസായി പൊട്ടിയ മാസം. സീക്വൽ സ്കാംസ് എന്ന് പറഞ്ഞിട്ട് അതൊരു സെപ്പറേറ്റ് വിഭാഗമാണ് മലയാള സിനിമയിൽ. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് എൻട്രി ദൃശ്യം 3. ദൃശ്യം എന്ന് പറയുന്ന ഒരു ലെജൻഡറി പടത്തിനെടുത്തിട്ട് അതിൻ്റെ ഒരു 3ാം ഭാഗമായിട്ട് വന്ന് ആളുകളെ പറ്റിച്ചൊരു മറ്റൊരു ഇതാണ് മെയ്. ഇതിനിടയിൽ എനിക്ക് ആകെ തോന്നിയ ഭേദപ്പെട്ടൊരു പടം അതിരടി. സോ മേ ബി അതിരടി മൂവി ഓഫ് ദി മന്ത്. ഇനി ജൂൺ മാസവും ഭയങ്കര ടൈറ്റാണ്. കിടിലൻ റിലീസുകളൊക്കെയാണ് വരുന്നത്. അതിനി ഇതുപോലെ ആയിത്തീരും എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ജൂൺ അനാലിസിസുമായിട്ട് കാണാം. കളറും ബൈ.